ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് ഞങ്ങൾ ഷോപ്പിങ്ങിന് ലുലു പോയതാണേ. ഇത് നമ്മുടെ സൗദി അറേബ്യയിലെ മുറുബ, നമ്മുടെ റിയാദിലെ മുറുബ ലുലുവിലാണ് പോയത്. രാത്രിയായിരുന്നു. ഞങ്ങൾക്ക് അവിടുന്ന് ബസ്സുണ്ട് കേട്ടോ. രാത്രി 7 മണി തൊട്ട് 10 മണി വരെ ട്രിപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ രാത്രി പോയതാണ്, തേഴ്സ്ഡേ ഈവനിങ്. അന്നേരം അവിടെ ഒരു മിഡ് നൈറ്റ് ഓഫർ എന്തോ നടക്കുന്നുണ്ടായിരുന്നു. 8 മണി തൊട്ട് 2 മണി വരെ എങ്ങാണ്ട്. അതുകൊണ്ട് നല്ല തിരക്ക്, നല്ല ക്രൗഡായിരുന്നു. ബില്ലിങ്ങൊക്കെ നല്ല ക്രൗഡായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവിടെ വെച്ചു, വീട്ടിലേക്കുള്ള സാധനങ്ങൾ. അത് കഴിഞ്ഞിട്ട് അവിടെ അൽബിന എന്ന് പറഞ്ഞ ബ്യൂട്ടി പാർലറുണ്ട്, അവിടെ പോയി ഐബ്രോ ത്രെഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഫുഡ് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ് വന്നത്. ആദ്യം ഞങ്ങൾ അൽബേക്കിലൊക്കെ പോയത്. അൽബേക്കിൽ ഞങ്ങൾക്ക് ഫ്രൈഡ് ചിക്കനാണ് കഴിക്കാൻ പ്ലാൻ ഇട്ടത്. അപ്പോൾ അൽബേക്കിൽ നോക്കിയപ്പം ഫ്രൈഡ് ചിക്കൻ്റെ ഒന്നും കണ്ടില്ല, ജസ്റ്റ് ബർഗേഴ്സ് മാത്രമേ കണ്ടുള്ളൂ. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഒന്ന് നോക്കി, സ്ക്രീനിൽ എന്തെങ്കിലും ഫ്രൈഡ് ചിക്കൻ്റെ വല്ലതും കാണിക്കുന്നുണ്ടോ നോക്കിയിട്ടൊന്നും കണ്ടില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടുന്ന് പതുക്കെ വിട്ടു. പിന്നെ അവിടുന്ന് വിട്ടിട്ട് പിന്നെ KFC ഉണ്ട്, കുറേ ഷോപ്സ് ഉണ്ട് കേട്ടോ. പിസ്സാസും ഡൊമിനോ പിസ്സായി അങ്ങനെ കുറേ ഷോപ്സ് ഉണ്ട് അവിടെ. ഞങ്ങൾ KFCയിലോട്ട് പോയി. ഫ്രൈഡ് ചിക്കൻ അല്ലേ പ്ലാൻ ചെയ്തത്. അപ്പം പിന്നെ അടുത്ത് KFCയിലോട്ട് പോയി. KFC ചെന്ന് കഴിഞ്ഞു. അവിടെ തിരക്കുണ്ടായിരുന്നു. പിന്നെ KFC എല്ലാവർക്കും അറിയാമല്ലോ, അതിൻ്റെ റിവ്യൂ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനിവേ ഞങ്ങൾ 4 പീസിൻ്റെ ഒരു ഒരു ഓർഡർ ചെയ്തു. ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. അതും അവിടെ ഇരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേന് 9:30 ആയി. പിന്നെ 10 മണി വരെ അരമണിക്കൂറല്ലേ ഉള്ളൂ. നമ്മളെന്തെങ്കിലും വാങ്ങിച്ചാലും ബില്ലിങ് ചെയ്യാനുള്ള സമയം ഉണ്ടാകില്ല, കാരണം നല്ല തിരക്കായിരുന്നത്. ബില്ലിങ്ങും തിരക്കായത് കാരണം. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടുന്ന് നേരെ വിട്ടു വണ്ടിയിലേക്ക്. പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ആഡ് ചെയ്തിട്ട് അൽബിനയിൽ അവിടെ ഇരുന്നപ്പോഴേ, ത്രെഡിങ്ങിന് പോയപ്പോൾ ഇരുന്നപ്പോൾ അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. ഇതാണ് വാങ്ങിച്ച് ഇത്രയും സാധനം. പിന്നെ ഓരോന്നായിട്ട് പറയുകയാണെങ്കിൽ സെൻസോഡേൻ്റെ പേസ്റ്റ് വാങ്ങിക്കണമായിരുന്നു, അത് വാങ്ങിച്ചു. പിന്നെ ഒലയുടെ ക്രീം പിന്നെ ഓഫർ ഉണ്ടായിരുന്നു, അപ്പോൾ പിന്നെ 2 എണ്ണം വാങ്ങിച്ചു. ഒരെണ്ണം വാങ്ങിക്കാൻ പോയതാണ്, ഓഫർ കണ്ടപ്പോൾ 2 എണ്ണം വാങ്ങിച്ചു. പിന്നെ ഫ്രൂട്ട്സ്, ഏത്തപ്പഴം, ചെറി, റംബൂട്ടാൻ വാങ്ങിച്ചു. ഏത്തപ്പഴത്തിനൊക്കെ നല്ല റേറ്റാണ് കേട്ടോ. 5 പഴമേ ഉള്ളൂ, അതിൽ 21 റിയാൽ. പിന്നെ ചെറി, അത് 8 സംതിങ് എങ്ങാണ്ട്. പിന്നെ റംബൂട്ടാൻ ആദ്യം ഞാൻ നേരത്തെ വേറെ സ്ഥലത്ത് കണ്ടതൊക്കെ 14 ഉള്ളത്, ഇത് 17 റിയാൽ റംബൂട്ടാൻ. പിന്നെ കൊതിയുള്ളതുകൊണ്ട് പിന്നെ വാങ്ങിച്ചു. പിന്നെ വെണ്ടയ്ക്ക വാങ്ങിച്ചു. പച്ചക്കറിയായിട്ട് വെണ്ടയ്ക്ക മാത്രമേ വാങ്ങിച്ചുള്ളൂ. പിന്നെ ഡെറ്റോൾ വാങ്ങിച്ചു. പാൽ വാങ്ങിച്ചു. 2 പാലുണ്ട്, ഒന്ന് എൻ്റെ ഫ്രണ്ടിനും ഒന്ന് എനിക്കും കൂടെ. എൻ്റെ ഫ്രണ്ടെന്ന് ഉദ്ദേശിച്ചത് എൻ്റെ ഫ്ലാറ്റ്മേറ്റിന്. അതുകൊണ്ട് 2 എണ്ണം വാങ്ങിച്ചു. അവൾക്ക് ഡ്യൂട്ടി ആയതുകൊണ്ട് വരാൻ പറ്റിയില്ല. പിന്നെ ഉപ്പ്. പിന്നെ ഞങ്ങൾ ആക്ച്വലി കഴിക്കുന്നതിന് മുന്നേ ഞാൻ ദഹിപ്പൂരി വാങ്ങിച്ച് വെച്ചായിരുന്നു. അപ്പം കഴിക്കുന്ന കാര്യം ഒരു പ്ലാൻ അല്ലായിരുന്നു ആദ്യം എനിക്ക്. പിന്നെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞുകൊണ്ടാണ് കഴിക്കാൻ പോയത്. അപ്പോൾ അങ്ങനെ ദഹിപ്പൂരി നോർത്ത് ഇന്ത്യൻ ഇതായതുകൊണ്ട് ദഹിപ്പൂരി പരിപ്പുവട വാങ്ങിച്ചു, പക്ഷേ കഴിച്ചിട്ടില്ല. പിന്നെ അങ്ങനെ ദഹിപ്പൂരി വന്നു കഴിഞ്ഞു. ഫ്രഷായി ദഹിപ്പൂരിയും കഴിച്ചിട്ടാണ് രാത്രി ഉറങ്ങിയത്. അതാണ് ഇന്നത്തെ ഷോപ്പിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ. അങ്ങനെ പോയി, വൈകിട്ട് പോയി ഒരു റിലാക്സേഷൻ. രാത്രിയാകുമ്പോൾ ചൂടില്ലല്ലോ, പകൽ നല്ല ചൂടല്ലേ, പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചുള്ളൂ. പിന്നെ ഫുഡ് കഴിച്ചു, അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, സീ യു ഓൾ, താങ്ക് യു.